രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല പൊതുജീവിതത്തിൽ നിന്ന് തന്നെ തീരെ ഇല്ലാതായി പോകും എന്ന് ധരിച്ചവരാണ് പലരും. അതിന് കാരണമുണ്ട്. കേരളത്തിന്റെ സർക്കാരും മുഖ്യമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മർദ്ദക രീതികൾ അതിന് കൂട്ടായി എന്തും ചെയ്യാൻ മടിക്കാത്ത രീതിയിൽ മരമുറി ചാനലുകാർ കടിച്ചു കീറാൻ നിൽക്കുമായിരുന്നു. അങ്ങനെയുള്ളവരിടത്ത് നിന്ന് ഇത്രയും വലിയ പിന്തുണയിലേക്ക് വന്നിട്ടുള്ള ഒരു നേതാവ് അത് രാഹുൽ മാങ്കൂട്ടം മാത്രമായിരിക്കും. വേട്ടയാടപ്പെടുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ പിടിച്ചു നിന്നപ്പോൾ വേട്ടപ്പെട്ടികൾ തിരിഞ്ഞോടിയ അപൂർവ നിമിഷം, അതാണ് പാലക്കാടിന്റെ മണ്ണിൽ കാലുറപ്പിച്ച് മാങ്കൂട്ടത്തിന്റെ വിജയഗാഥ സൂചിപ്പിക്കുന്നത്. 38 ദിവസം പതുങ്ങി നിന്നത് കുതിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതാണ് പാലക്കാടിന്റെ മണ്ണ് പറയുന്നത്. ഇനിയും എത്രയോ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ചാനൽ മുതലാളിയെ എങ്ങും കാണാനില്ല. പാലക്കാട്ടെത്തിയാൽ കാലുവെട്ടുമെന്നും പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നുമുള്ള BJP നേതാക്കളുടെ ഭീഷണികൾ അതിനേക്കാളും സന്തോഷത്തോടെ മലയാളികളെ കാണിച്ച റിപ്പോർട്ടർ TV നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു മാങ്കൂട്ടത്തിന് മുന്നിൽ. ഇത്രയൊക്കെ സംവിധാനങ്ങൾ ചേർന്ന് പൂട്ടിക്കെട്ടാൻ നോക്കിയ ഒരാൾ അവരെ എല്ലാം നോക്കുകുത്തിയാക്കി മുന്നേറുന്നുണ്ടെങ്കിൽ അത് വെറും നേതാവെന്ന വാക്കിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. ഇനിയും രാഹുൽ തന്നെ പാലക്കാട് MLA സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസിന് മേൽ സമ്മർദ്ദം വരാൻ സാധ്യതയേറുകയാണ്. പക്ഷേ ആരോപണം നേരിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അതിനെ ധിക്കരിച്ച് വിമത സ്ഥാനാർത്ഥിയായി നിൽക്കാനൊന്നും മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല. അധികാരത്തിനു വേണ്ടി മറുകണ്ഠം ചാടാൻ കിട്ടില്ലെന്നും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തന്നെ നിൽക്കുമെന്നും എല്ലാവർക്കും അറിയാം. തന്റെ മണ്ഡലത്തിലെ ജനങ്ങളെ കേൾക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിക്കാനും വികസനത്തിനും മാത്രം സമയം കണ്ടെത്തുന്ന രാഹുൽ എതിരാളികളില്ലാത്ത രാജകുമാരനായി പാലക്കാട് മാറുകയാണ്. പാർട്ടി തന്നെ കൈവിട്ടപ്പോഴും പാർട്ടിക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ മുന്നോട്ട് പോയതിന്റെ അംഗീകാരം കൂടിയാണ് തിരിച്ച് പ്രവർത്തകരും നൽകിയത്. എന്നാൽ ഇപ്പോൾ പ്രവർത്തകർ മാത്രമല്ല, ഒരു നാട് തന്നെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ മാങ്കൂട്ടം അജയനാകുകയാണ്.